ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പാമ്പ്ളാനി പിതാവിനെ നിന്ദിക്കുന്നത് ശരിയാണോ? മെത്രാൻ സിനഡും പൗരത്വ തിരുസംഘവും പറഞ്ഞതനുസരിച്ചല്ലേ പാമ്പ്ളാനി പിതാവ് കാര്യങ്ങൾ ചെയ്യുന്നത്? അതുകൊണ്ട് അദ്ദേഹത്തെ നിന്ദിക്കുന്നതും ആക്ഷേപിക്കുന്നതും ശരിയാണോ? ഇന്നലെ എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക്, ഞാനും ഒരാളും തമ്മിൽ സംഭാഷണം, അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ വെളിച്ചത്തിൽ നമുക്കിന്ന് ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാം. ഈ ഒരാൾ എന്നോട് ചോദിച്ചതാണ്, അച്ചോ, മാർപ്പാപ്പിയെ അനുസരിക്കണോ പാമ്പ്ളാനി പിതാവിനെ അനുസരിക്കണോ? മാർപ്പാപ്പിയെ അനുസരിക്കണോ പാമ്പ്ളാനി പിതാവിനെ അനുസരിക്കണോ? അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിച്ചും അങ്ങനെ മുന്നോട്ട് പോയാലോ? ഇങ്ങനെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അങ്ങനെ ഒരു പരസ്പരം ചോദ്യോത്തരം അദ്ദേഹം സമ്മതിച്ചു. അപ്പം അങ്ങനെയാണ് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്? മാർപ്പാപ്പയെ അനുസരിക്കണോ പാമ്പ്ളാനി പിതാവിനെ അനുസരിക്കണോ? പാമ്പ്ളാനി പിതാവിനെ അനുസരിക്കുന്നവരുടെ മാർപ്പാപ്പയെ അനുസരിക്കുന്നു എന്നാണല്ലോ പാമ്പ്ളാനി പിതാവ് പറയുന്നത്. പാമ്പ്ളാനി പിതാവ് മാത്രമല്ല, തലശ്ശേരിയിൽ നിന്ന് പലരെയും അദ്ദേഹം നിയമിച്ചിട്ടുണ്ട് ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കാനായിട്ട്. അപ്പോൾ പാമ്പ്ളാനി പിതാവിനെ അനുസരിക്കുന്നതിലൂടെ മാർപ്പാപ്പയെ അനുസരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നതും അദ്ദേഹം ആളുകളെ വെച്ച് ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നതും. അപ്പോൾ മാർപ്പാപ്പയെ അനുസരിക്കണോ പാമ്പ്ളാനി പിതാവിനെ അനുസരിക്കണോ? അങ്ങനെ ചോദ്യം ശരിയാകുമോ? പാമ്പ്ളാനി പിതാവിനെ അനുസരിക്കുന്നതിലൂടെ മാർപ്പാപ്പയെ അനുസരിക്കുകയാണ്, പൗരത്വ തിരുസംഘത്തെ അനുസരിക്കുകയാണ്, മെത്രാൻ സിനഡിനെ അനുസരിക്കുകയാണെന്നാണ് പാമ്പ്ളാനി പിതാവ് പറയുന്നത്, അദ്ദേഹം ആളുകളെ വെച്ച് പ്രചരിപ്പിക്കുന്നതും. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കണേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, പാമ്പ്ളാനി പിതാവ് എറണാകുളം അങ്കമാലി ചെയ്തു കൊടുക്കുന്ന സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഞങ്ങൾ അച്ഛനോട് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, ഓക്കെ, നമുക്ക് കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താൻ ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ചോദ്യങ്ങൾ വാസ്തവത്തിൽ എൻ്റേതല്ല, അനേകം പേരുടെ മനസ്സിലുള്ളതും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നതുമാണ്. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഉത്തരങ്ങളുണ്ടോ, മറുപടികളുണ്ടോ? അവർ ചോദിക്കൂ എന്ന് പറഞ്ഞവർ. എൻ്റെ ചോദ്യങ്ങൾ ഞാൻ ആദ്യം പറയാം, പിന്നെ കൊണ്ട് ഓരോ ചോദ്യങ്ങളും പിന്നെ നമുക്ക് എടുക്കാം. പാമ്പ്ളാനി പിതാവിനെ സഭ ചുമതലപ്പെടുത്തിയതല്ലേ? അദ്ദേഹം സ്വമേധയാ ഏറ്റെടുത്തതല്ലല്ലോ ഈ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി സ്ഥാനം. അതാണ് ഒന്നാമത്തെ ചോദ്യം. 2, ഇതിനു മുമ്പ് പലരും എറണാകുളം അങ്കമാലിയിൽ അതിൻ്റെ അധികാരികളിലേക്ക് വരികയും പ്രശ്നം പരിഹരിക്കാൻ പറ്റാതെ പിൻവാങ്ങുകയും ചെയ്തു. ആ സാഹചര്യത്തിലല്ലേ പാമ്പ്ളാനി പിതാവിനെ അവിടെ നിയമിച്ചത് സഭ? രണ്ടാമത്തെ ചോദ്യം. 3, പാമ്പ്ളാനി പിതാവിന്റെ കണ്ടുപിടുത്തമല്ലല്ലോ സമവായം, അത് മെത്രാൻ സിനഡ് കണ്ടുപിടിച്ചതും അദ്ദേഹത്തെ ഏൽപ്പിച്ചതുമല്ലേ? പിന്നെ ഇതൊക്കെയാണ് സമൂഹത്തിൽ പ്രചരിക്കുന്ന കാര്യങ്ങളെ പറയണേ. മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ അല്ലേ അദ്ദേഹം അത് ചെയ്യുന്നത്? പൗരത്വ തിരുസംഘത്തിന്റെ അംഗീകാരത്തോടെ അല്ലേ അദ്ദേഹം അത് പ്രവർത്തിക്കുന്നത് എറണാകുളത്ത്? പിന്നെ വിമത വൈദികരെന്ന് നിങ്ങൾ വിളിക്കുന്ന ആളുകളുമായി ചർച്ച ചെയ്തതാണോ പാമ്പ്ളാനി പിതാവ് ചെയ്ത കുറ്റം? പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കേണ്ടതില്ലേ? അത് പാമ്പ്ളാനി പിതാവ് ചെയ്തത് കുറ്റമാണോ? പിന്നെ പാമ്പ്ളാനി പിതാവിനെ ഒറ്റപ്പെടുത്തി അവഹേളിക്കുന്നതും മ്ലേച്ഛകരമായ വിധത്തിൽ അവതരിപ്പിക്കുന്നതും തെറ്റല്ലേ? അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ കോടതിയിൽ കേസ് കൊടുക്കേണ്ടതില്ലേ മാനനഷ്ടത്തിന്? ഇതൊക്കെയാണ് ഈ അന്തരീക്ഷത്തിൽ കിടക്കുന്ന ചോദ്യങ്ങൾ, അല്ലെങ്കിൽ പലരുടെയും മനസ്സിലുള്ളത്. ഇതൊക്കെയാണ് ഞാൻ അവരുടെ മുമ്പിൽ ഇട്ടത്. അപ്പോൾ അവരും ഞാനും തമ്മിൽ നടത്തിയ ചർച്ചകളുടെ അല്ലെങ്കിൽ ആ സംഭാഷണത്തിൻ്റെ രക്തച്ചൊരുക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, പാമ്പ്ളാനി പിതാവിനെ സഭ ചുമതലപ്പെടുത്തിയതല്ലേ? അദ്ദേഹം സ്വമേധയ പോയി ഏറ്റെടുത്തതല്ലല്ലോ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി സ്ഥാനം. ഉരുത്തിരിഞ്ഞ ഉത്തരം ഇതാണ്. ഞങ്ങൾ കേട്ടിരിക്കുന്ന കഥകൾ മറിച്ചാണെങ്കിലും മെത്രാൻ സിനഡ് പാമ്പ്ളാനി പിതാവിന്റെ നിയമനം അംഗീകരിച്ചതിനാൽ തീർച്ചയായും പാമ്പ്ളാനി പിതാവിനെ സഭ ചുമതലപ്പെടുത്തിയതാണ്. അദ്ദേഹം സ്വമേധയ ഏറ്റെടുത്തതല്ല മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി സ്ഥാനം. അത് ഞങ്ങൾ എറണാകുളം അങ്കമാലിയിലെ ആളുകൾ അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോകുന്നത്, സിനഡ് അദ്ദേഹത്തിന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുന്നത്. അദ്ദേഹം സ്വയം ഏറ്റെടുത്തതാണെങ്കിൽ ഏത് പട്ടി പോകും അദ്ദേഹത്തെ കാണാൻ? ഞങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തെ അംഗീകരിക്കുമോ, കാണാൻ പോകുമോ? അപ്പൊ അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത് സഭയാണെന്നും അദ്ദേഹം സ്വയം ഏറ്റെടുത്തതല്ലെന്നും ഞങ്ങൾ അംഗീകരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ കാണാൻ പോകുന്നതും അദ്ദേഹത്തിന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുന്നതും ഒക്കെ. പക്ഷേ എന്ത് ഉദ്ദേശത്തോടെയാണോ സഭ പാമ്പ്ളാനി പിതാവിനെ അവിടെ ചുമതലപ്പെടുത്തിയത്, ആ ഉദ്ദേശം നടപ്പാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ വേണ്ടിയല്ലേ
പാമ്പളാനി പിതാവിനെ അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് അല്ലെങ്കിൽ വേറൊരു അതിരൂപതയുണ്ട് അവിടെ, അവിടുത്തെ മെത്രാപ്പൊലിത്തയാണ്. അപ്പോൾ ഇവിടെ എറണാകുളത്ത് ഒരു അധിക ചുമതല കൊടുത്തിരിക്കുന്നതിനാണ് മെത്രാൻ സെനറ്റ് അംഗീകരിച്ചത് മാർപ്പാപ്പ ആവശ്യപ്പെട്ടതുമായ ഏകീകൃത കുർബാന നടപ്പാക്കാൻ അല്ലേ? അത് നടപ്പാക്കാൻ അദ്ദേഹം ആദ്യം ചർച്ച ചെയ്യേണ്ടത് ആരുമായിട്ടാണ്? അത് നടപ്പിലാക്കാൻ ചങ്കുറപ്പോടെ നിൽക്കുന്ന കൂരിയായുമായിട്ടല്ലേ? അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? മെത്രാന്റെ ഏറ്റവും അടുത്ത സഹകാരികളല്ലേ കൂരിയ? അപ്പൊ ആ കൂരിയായുമായിട്ടല്ലേ അദ്ദേഹം ആദ്യം ചർച്ച ചെയ്യേണ്ടത്? എന്നാൽ അതാണോ ഉണ്ടായത്? അല്ല. അരമന കയ്യേറി മെത്രാന്മാരെ ഭീഷണിപ്പെടുത്തി ഇരിക്കുന്ന വിമത വൈദികർ 21 പേർക്ക് അവരുടെ വിമതരുടെ ഭീഷണിക്ക് വഴങ്ങി കൂരിയായെ പിരിച്ചുവിടാമെന്ന് വിമതർക്ക് എഴുതി കൊടുത്തു. ആദ്യം ചെയ്ത കാര്യം അതാണ്. പാമ്പളാനി പിതാവ് ആദ്യം ചെയ്ത കാര്യം എന്താണ്? കൂരിയായെ പിരിച്ചുവിടാമെന്ന് വിമതർക്ക് എഴുതി കൊടുത്തു. ഇതൊരു മര്യാദയുള്ള പരിപാടിയാണോ? പാമ്പളാനി പിതാവിനെ സഭ ചുമതലപ്പെടുത്തിയതാണെങ്കിൽ, സ്വമേധി ഏറ്റെടുത്തതല്ലെങ്കിൽ ആദ്യം കൂരിയായുമായി ചർച്ച ചെയ്യണമായിരുന്നു. ഇനി അല്ലെങ്കിൽ തന്നെയും വിമതരുടെ ഭീഷണിക്ക് വഴങ്ങി കൂരിയായെ പിരിച്ചുവിടുമെന്ന് എഴുതി കൊടുക്കാൻ പാടുണ്ടോ? ആ എഴുതി കൊടുത്ത പേപ്പറൊക്കെ സമൂഹ മാധ്യമത്തിൽ കറക്കുന്നുണ്ട്. അവർ തന്നെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആര്? വിമതര്. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി മെത്രാനായി ചാർജ് എടുത്തിട്ട് ആദ്യം തന്നെ ചെയ്ത കാര്യതാണ്. ഇത് സഭാവിരുദ്ധ പ്രവർത്തനമല്ലേ? പാപ്പാ വിരുദ്ധർക്ക് ഇങ്ങനെ എഴുതി കൊടുത്തത് ശരിയാണോ? കൂരിയായി മാറ്റാമെന്ന് എഴുതി കൊടുത്തത് ശരിയാണോ? ആ കൂരിയല്ലേ ഏകീകൃത കുർബാന നടപ്പാക്കാൻ വേണ്ടി നിലകൊള്ളുന്നത്. ഏകീകൃത കുർബാന നടപ്പാക്കാനാണ് പാമ്പളാനി പിതാവിനെ അവിടെ ഏൽപ്പിച്ചതെന്നും നിയമിച്ചതെന്നും പറയുന്നു. അപ്പം നടപ്പാക്കാൻ തയ്യാറുള്ളവരുമായിട്ടല്ലേ ചർച്ച ചെയ്യേണ്ടത്? ആദ്യം വിമതരുമായി ചർച്ചയ്ക്ക് പോകാം. അതെങ്ങനെയാ? അത് ഈ കൂരിയായുമായി ചർച്ച ചെയ്ത് നടപ്പാക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ട് പോകാം. മാത്രമല്ല, ഞാൻ അന്ന് വിമതരുമ ചർച്ചയ്ക്ക് പോയപ്പോൾ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഞാൻ പറയട്ടെ. എന്തുകൊണ്ടാണ് പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറല്ലാത്തത്? അവർ ഭീകര പ്രവർത്തനം അവസാനിപ്പിക്കാൻ, തീവ്രവാദ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറല്ല. മതത്തിന്റെ പേരിൽ തീവ്രവാദം നടത്തുന്ന ഏക മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തീവ്രവാദം അവസാനിപ്പിക്കാതെ ചർച്ചയില്ല. അതല്ല ഒരു ശരിയായ നിലപാട്. ഇവിടെ വിമതര് ഭീഷണി, അക്രമം, കുർബാനയെ അവഹേളിക്കല്, അച്ചമ്മനെ ചവിട്ടി പുറത്താക്കല്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തിയാൽ ഇവരുമായി ചർച്ച ചെയ്യാൻ പറ്റില്ലെന്നുള്ള നിലപാടല്ലേ സഭാ നേതൃത്വം എടുക്കേണ്ടത്? അക്രമം ചെയ്യുന്നവർക്ക് വിധേയപ്പെടുന്നതാണോ ഒരു സഭാ നേതൃത്വത്തിന്റെ ചങ്കുറപ്പ്? പിന്നെ ഇതിനു മുമ്പ് പലരും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വരികയും പ്രശ്നം പരിഹരിക്കാൻ പറ്റാതെ പിൻവാങ്ങുകയും ചെയ്ത സാഹചര്യത്തിലല്ലേ പാമ്പളാനി പിതാവിനെ അവിടെ നിയമിച്ചത്? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ആ ചോദ്യം അത്ര ശരിയല്ല. കാരണം നിയമപരമായി പല കാര്യങ്ങളും ചെയ്യുന്നതിൽ ആൻഡ്രൂസ് പിതാവ് വിജയിച്ചിട്ടുണ്ട്. വളരെയധികം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാ കാര്യവും പുറത്തു പറയാൻ പറ്റുന്നതല്ല. പിന്നെ ബോസ്കോ പിതാവ് പ്രശ്നം പരിഹരിക്കുന്നത് വളരെയേറെ മുന്നേറി നല്ലൊരു മാതൃക സൃഷ്ടിച്ചു. സഭാ നിയമത്തിന്റെ ശക്തി വിമതരെ തിരിച്ചറിഞ്ഞത് ബോസ്കോ പിതാവിന്റെ കാലത്താണ്. അന്ന് മെത്രാനൊപ്പം നിൽക്കുന്ന കൂരിയായുടെ ശക്തി അവർ തിരിച്ചറിഞ്ഞു. അവരുടെ അജണ്ട തന്നെ, വിമതരുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും അജണ്ട തന്നെ മാറ്റിമറിക്കുന്ന തരത്തിൽ അത്ര ഗംഭീരമായിരുന്നു ബോസ്കോ പിതാവിനെയും കൂരിയായുടെയും സഹകരിച്ചുള്ള പ്രവർത്തനം. ആ മാതൃക പാമ്പളാനി പിതാവ് പിന്തുടരുമെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹത്തെ നിയമിച്ചത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ബോസ്കോ പിതാവ് രാജിവെച്ചത് എന്തുകൊണ്ട്? ബോസ്കോ പിതാവിന്റെ രാജി വത്തിക്കാനാണ് സ്വീകരിച്ചത്. അതിന് കാരണം അദ്ദേഹം ഓസ്ട്രേലിയയിലെ ഒരു രൂപതയിൽ അദ്ദേഹത്തിന്റെ ഭരണകാലം കഴിഞ്ഞ് റിട്ടയർഡായിട്ട് വന്നതാണ്. അപ്പൊ അദ്ദേഹത്തെ വെച്ചപ്പോൾ തന്നെ ഒരു താൽക്കാലിക സ്ഥാനമായിരുന്നു അത്, എന്നേക്കുമായിട്ടല്ല. 75 വയസ്സിൽ റിട്ടയർ ചെയ്ത ഒരു മെത്രാൻ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു മാതൃക, എങ്ങനെയാണ് സഭ മുന്നോട്ട് പോകുന്ന മാതൃക കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ വെച്ചത്. മാതൃക കാണിച്ചു, വത്തിക്കാൻ രാജി സ്വീകരിച്ചു. അതായത് മെത്രാന്മാരുടെ മുമ്പിൽ കൃത്യമായൊരു മാതൃക നൽകിയതിനു ശേഷമാണ് വത്തിക്കാൻ ബോസ്കോ പിതാവിന്റെ രാജി സ്വീകരിച്ചത്. അതിന് വത്തിക്കാനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ചെറുപ്പക്കാരായ ഒരു മെത്രാൻ വന്നാൽ ബോസ്കോ പിതാവ് അത്രയും പ്രായമായില്ലേ, റിട്ടയേർഡ് ആയിട്ട് പിന്നെയും ചാർജ് എടുത്തതാ, പിന്നെയും 100 കൊല്ലം ഇരിക്കുന്ന വിചാരിക്കേണ്ടത്. കൃത്യമായൊരു മാതൃക നൽകി ശക്തി, കൂരിയായുടെ ശക്തി, മെത്രാന്റെ ശക്തി, സഭാ നിയമത്തിന്റെ ശക്തി ലോകം മുഴുവൻ വെളിപ്പെട്ടു. ഏറ്റവും നന്നായിട്ട് വെളിപ്പെട്ടത് വിമതർക്കും അൽമായ മുന്നേറ്റക്കാർക്കുമാണ്. അപ്പോൾ വത്തിക്കാന് തോന്നി, ഈ പ്രായമായ അച്ഛനെ മെത്രാന് പിന്നെയും വെച്ചോണ്ടിരിക്കണോ? ചെറുപ്പക്കാർ ഇഷ്ടം പോലെ ഇല്ലേ? അതുകൊണ്ട് ആ ബോസ്കോ പിതാവിന്റെ രാജി സ്വീകരിക്കുകയും ബോസ്കോ പിതാവ് തെളിച്ചു തന്ന ആ വഴിയിലോട്ട് മുന്നോട്ട് പോകാൻ പറ്റിയ ഒരാളെ വെക്കാനാണ് വത്തിക്കാൻ കണക്കാക്കിയത്. അങ്ങനെ ചെയ്തിട്ടാണ് മെത്രാൻ സെനറ്റ് പാമ്പളാനി പിതാവിനെ ഏൽപ്പിച്ചത്. പിന്നെ ഈ രാഷ്ട്രീയക്കാർ പറയുന്ന രീതി ഉണ്ടല്ലോ,
മോദി വന്നപ്പോൾ എല്ലാം നന്നായി. അതിനു മുമ്പുള്ള പ്രധാനമന്ത്രിമാർ ഒന്നും ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടില്ല. പിണറായി വന്നപ്പോൾ വികസനം വന്നു. അതിന് മുമ്പുള്ള മുഖ്യമന്ത്രിമാർ യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ പാമ്പ്ളാനി പിതാവോ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരോ അദ്ദേഹം കൂലി കൊടുത്ത് ഇരുത്തിയിരിക്കുന്നവരും പറയരുത്. കാരണം ഈ മുൻഗാമികളുടെ ചുമലിൽ നിന്നുകൊണ്ടാണ് പിൻഗാമികൾ ഭരിക്കുന്നത്. അത് രാഷ്ട്രത്തിലാണ്, ദേശരാഷ്ട്രത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം ചെയ്തത് ബെനഡിക്റ്റാണ്. ബെനഡിക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം ചെയ്തത് ഫ്രാൻസിസ് ആണ്. ഫ്രാൻസ് ഒന്നും ചെയ്തിട്ടില്ല, ഇപ്പം ലിയോ ആണ്. അങ്ങനെയൊക്കെ ആരെങ്കിലും പറയുമോ? ഓരോ കാലയളവിലും ഓരോ മാർപ്പാപ്പയോ മെത്രാനൊക്കെ വരുമ്പോൾ അവരവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അവരുടെ ചുമലിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ വരണേ. മുമ്പുള്ളവരാരും ചെയ്തിട്ടില്ല, ഞാൻ എല്ലാം ചെയ്തു എന്ന് പറയുന്നത് അത് ധാർഷ്ട്യത്തിൻ്റെ ഭാഷയാണ്. അത് ചെയ്യരുത്, തലശ്ശേരിക്കാരും ചെയ്യരുത്, നല്ലതല്ലത്. ഒരൊറ്റ ചോദ്യം, ബോസ്കോ പിതാവ് തുടങ്ങി വെച്ച നല്ല മാതൃക എന്തുകൊണ്ട് പാമ്പ്ളാനി പിതാവ് പിന്തുടർന്നില്ല? ഈ വിമതരും അൽമായ മുന്നേറ്റക്കാരും വടിയിൽ പാമ്പ് പോലെ വന്നതില്ലേ ഈ ബോസ്കോ പിതാവ് നടപടികൾ എടുത്തപ്പോൾ? എന്തിനാണ് ക്രിസ്മസിന്റെ അന്ന് പുറത്ത് സമരം നടത്തിയത്? അകത്ത് പോലും കടക്കാൻ പറ്റാതായത്? 2-3 കൂരിയേലത്തും 2-3 വൈദികരും ബോസ്കോ പിതാവും മാത്രം, 400 ചില്ലാനും വൈദികരും ഒറ്റക്കെട്ടെന്ന് പറഞ്ഞിട്ട് അകത്ത് പോലും കടക്കാൻ പറ്റിയോ? അപ്പോൾ സഭാ നിയമത്തിന്റെ ശക്തിയും കൂരിയായുടെ ശക്തിയും മെത്രാന്റെ ശക്തിയും തിരിച്ചറിഞ്ഞത് ബോസ്കോ പിതാവിന്റെ കാലത്താണ്. എന്തുകൊണ്ട് ആ മാതൃക പാമ്പ്ളാനി പിതാവ് പിന്തുടർന്നില്ല? എന്തുകൊണ്ട് സഭാവിരുദ്ധരോട് അദ്ദേഹം എപ്പോഴും കൂട്ടുകൂടുന്നു? മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ഇന്നലെയും പ്രചരിപ്പിച്ചിട്ടുണ്ട് വിമതര്. ആ പരിപാടി നിർത്തണമെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഇത്തരം പരിപാടി ചെയ്താൽ എനിക്ക് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞോ അദ്ദേഹം ഈ ഏക ന്യൂസിനോട് പറഞ്ഞോ? സഭാപിതർക്ക് സകല ഒത്താശയും ചെയ്തു കൊടുക്കുക, എന്നിട്ട് ചർച്ച ചെയ്യാൻ പോയി എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കേ. ഈ തലശ്ശേരിയിലുള്ളവരൊന്നും അരിയാഹാരമല്ല കഴിക്കണേ, അത് ഇപ്പൊ ചപ്പാത്തി ആയിരിക്കും അല്ലേ? അടുത്ത ചോദ്യം, പാമ്പ്ളാനി പിതാവിന്റെ കണ്ടുപിടുത്തമാണോ സമവായം? അത് മെത്രാൻസിനോട് ഏൽപ്പിച്ചതല്ലേ? മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെയല്ലേ അദ്ദേഹം അത് ചെയ്യുന്നത്? പൗരത്വ തിരുസംഘത്തിന്റെ അംഗീകാരത്തോടു കൂടെയാണ് അദ്ദേഹം അത് ചെയ്യുന്നതാണല്ലോ അദ്ദേഹം പറയുന്നത്. നല്ല കാര്യം, ഈ ചോദ്യങ്ങൾ ചോദിച്ചതും ഒക്കെ നന്നായി. കാര്യങ്ങൾക്ക് നമുക്ക് വ്യക്തത വരുത്താം. ഒന്നുകൂടി നമുക്ക് ഈ ചോദ്യങ്ങൾ കേൾക്കുക. പാമ്പ്ളാനി പിതാവിന്റെ കണ്ടുപിടുത്തമാണോ സമവായം? അത് മെത്രാൻസിനോട് ഏൽപ്പിച്ചതല്ലേ? മാർപ്പാപ്പയുടെ അംഗീകാരത്തോടു കൂടെയല്ലേ അദ്ദേഹം അത് ചെയ്യുന്നത്? പൗരത്വ തിരുസംഘത്തിന്റെ അംഗീകാരത്തോടു കൂടെയാണ് അദ്ദേഹം അത് ചെയ്യുന്നതെന്ന് പലരും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനൊരു കാര്യം വെളിപ്പെടുത്താം. ഈ ജൂൺ 5-ാം തീയതി സഭാവിശ്വാസികൾ, ദൈവജനം എറണാകുളത്തൊക്കെ തടിച്ചുകൂടി അനധികൃതമായി ഈ വൈദിക യോഗം നടത്താൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞല്ലോ. ആ സമയത്ത് എനിക്ക് തലശ്ശേരിയിൽ നിന്നൊരു വിളി വന്നു, ഒരു ഫോൺ. എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? പാമ്പ്ളാനി പിതാവ് പൗരത്വ തിരുസംഘത്തിന്റെ അംഗീകാരത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അതുകൊണ്ട് അച്ഛൻ അതിന് സമ്മതിക്കണം. അപ്പം ഞാൻ സമ്മതിക്കാം ഒറ്റ അവസ്ഥയിൽ. ആ പൗരത്വ തിരുസംഘം അദ്ദേഹത്തിന് കൊടുത്ത ആ അംഗീകാരത്തിന്റെ പേപ്പർ ഉണ്ടല്ലോ, അതൊന്ന് എനിക്ക് വാട്സപ്പ് ചെയ്യാം. പൗരത്വ തിരുസംഘം അംഗീകരിച്ചെന്ന് പറയുന്നുണ്ടല്ലോ, ഈ പാമ്പ്ളാനി പിതാവിന് ഇപ്പം നടത്തുന്ന കാര്യങ്ങൾക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. പൗരത്വ തിരുസംഘം തന്നെ അംഗീകാരത്തോടു കൂടിയാണെന്ന് പറയുന്നു. ആ അംഗീകാരം കിട്ടിയതിന്റെ പേപ്പർ എന്നെ ഒന്ന് കാണിക്കൂ. ഞാൻ പ്രസിദ്ധപ്പെടുത്താൻ പാടില്ലെങ്കിൽ ആ പേപ്പർ കാണിച്ചാൽ ഞാൻ അവസാനിപ്പിക്കാം. അത് കാണിക്കാൻ പറ്റില്ല. ഈ 5-ാം തീയതി ഉണ്ടായ കാര്യം പറയണേ. ഞാൻ നുണ പറഞ്ഞിട്ടില്ല, നുണ പറയാറുമില്ല. കഴുത്ത് പോയാലും പറയില്ല, അങ്ങനെയാണ് എൻ്റെ രീതി. അപ്പം നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾക്ക് പോകുക. 2024 ജൂൺ 9-ാം തീയതി മെത്രാൻ സെനഡിന് വേണ്ടി ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. 2024 ജൂലൈ 3-ാം തീയതി മുതൽ ഏകീകൃത കുർബാന ചൊല്ലാത്തവർ സഭയ്ക്ക് പുറത്തായിരിക്കുമെന്നാണ് ആ സർക്കുലറിന്റെ രക്ത ചുരുക്കം. 200ഓളം പേരാണ്, വിമത വൈദികരാണ് ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറായി വന്നത്. തങ്ങൾ ഒറ്റക്കെട്ട് പൊളിയുന്നെന്നും തങ്ങളുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നെന്നും കണ്ട വിമതര് തങ്ങളുടെ കൂടെ നിൽക്കുന്ന ചില മെത്രാന്മാരുണ്ട്, ഇപ്പോഴുണ്ട് മെത്രാൻ സെനഡിൽ ഒറ്റുകാർ. ആ മെത്രാന്മാരിലൂടെ ഒരു സമവായം മുന്നോട്ട് വെച്ചു. എന്താണ്? ഒരു കുർബാനയെങ്കിലും ചൊല്ലിത്തുടങ്ങുന്ന വൈദികർക്കെതിരെ 6 മാസത്തേക്ക് കാനോനിക നടപടി ഉണ്ടാകില്ല. അത് മെത്രാൻ സെനഡിന്റെ വാക്ക് തന്നെയാണ്. ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, എന്നാൽ അവർ കൊടുത്തു. നമ്മുടെ മെത്രാന്മാർ ചെയ്തു കൊടുത്തു, പോട്ടെ. 6 മാസത്തേക്ക് കാനോനിക നടപടി ഉണ്ടാകില്ലെന്നാണ് പറഞ്ഞത്.
എന്നിട്ട് ഇവരാരെങ്കിലും ഏകീകൃത കുർബാന ചൊല്ലിയോ? ഇല്ലില്ല. ചൊല്ലിത്തുടങ്ങുന്നവർക്കെതിരെ കാനൂനിക നടപടികളില്ല. ഇവരാരും ചൊല്ലിയോ? ചൊല്ലിയവർ തന്നെ ആരെങ്കിലും ഷെഡ്യൂൾഡ് സമയത്ത് ചൊല്ലിയോ? ഇല്ല. ചൊല്ലിയവർ തന്നെ അവരാണ് ചൊല്ലിയത്, വികാരിച്ചമാർ അല്ല. എറണാകുളം അങ്കമാലി അതിരൂപല വൈദികരാണ് ചൊല്ലിയത്? അല്ല. വേറെ സന്യാസ വൈദികരെയൊക്കെ കൊണ്ടുവന്ന് ചൊല്ലിച്ചു. അപ്പൊ ഇവര് മുന്നോട്ട് വെച്ചത് നുണയായിരുന്നില്ലേ? ശരിയായ രീതി അല്ലല്ലോ, ചൊല്ലാൻ വേണ്ടിയിട്ടല്ലല്ലോ. ഇത് അനുഭവമല്ലേ, നമ്മൾ കൺമുമ്പിൽ കണ്ടതല്ലേ. അപ്പൊ നമ്മൾ ഇതിന്റെ വെളിച്ചത്തില് ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സഭ ശക്തമായ തീരുമാനങ്ങൾ എടുത്തപ്പോൾ 200ഓളം വൈദികരാണ് ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറായത്. ഈ 400ഓളം വൈദികരിൽ പകുതി 50%. അപ്പോൾ സഭ ശക്തമായ തീരുമാനങ്ങൾ എടുത്താൽ ഇപ്പൊ പറഞ്ഞ ഈ ഒറ്റക്കെട്ടൊന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പല്ലേ? അതിനാൽ ഇപ്പോഴും വിമതരുമായി ചർച്ചയ്ക്ക് പോകാതെ സഭ ശക്തമായ തീരുമാനങ്ങൾ എടുത്താൽ കാര്യങ്ങൾ ശരിയാകുമെന്നല്ലേ അതിനർത്ഥം? ഇത് അനുഭവമല്ലേ? അതിന് പകരം മാർപ്പാപ്പ അനുസരിക്കില്ല, മാർപ്പാപ്പ തെറ്റിദ്ധരിക്കപ്പെട്ടു, മെത്രാൻ സെനറ്റിന് അംഗീകരിക്കില്ല എന്ന് നിരന്തരം വാദിച്ചുകൊണ്ടിരിക്കുന്ന, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിമതരുമായി ചർച്ചയ്ക്ക് പോകുന്നത് ശരിയാണോ? ഈ വിമത വൈദികരെ അനുകരിക്കരുത് എന്ന് മാർപ്പാപ്പ വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. അത് പാമ്പളാനി പിതാവ് കേട്ടിട്ടില്ലേ? തലശ്ശേരിയിലുള്ളവർ കേട്ടിട്ടില്ലേ? വിമതർ കേട്ടിട്ടില്ലേ? മറ്റു മെത്രാന്മാർ കേട്ടിട്ടില്ലേ? പിന്നെ എന്തിനാണ് മാർപ്പാപ്പ പറഞ്ഞിട്ടാണ് സമവായം എന്ന് ആളുകളിലൂടെ പ്രചരിപ്പിക്കുന്നത്? ഞാനൊന്ന് ആവർത്തിക്കുക. ഈ വിമത വൈദികരെ അനുകരിക്കരുത് എന്ന് മാർപ്പാപ്പ വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞിട്ടുള്ളതല്ലേ? അത് പാമ്പളാനി പിതാവ് കേട്ടിട്ടില്ലേ? സഭ മുഴുവൻ കേട്ടിട്ടില്ലേ? ലോകം മുഴുവൻ കേട്ടിട്ടില്ലേ? പിന്നെ എന്തിനാണ് ഈ വിമതരുമായി സമവായം എന്ന് പറഞ്ഞു പോകുന്നത്? വിമതൻ അനുകരിക്കരുത് എന്നല്ലേ മാർപ്പാപ്പ പറഞ്ഞത്? എന്നിട്ട് അവരുമായി ചർച്ചയ്ക്ക് പോകുമ്പോൾ മാർപ്പാപ്പ പറഞ്ഞിട്ടാണ് പോകുന്നത് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? നേരത്തെ പറഞ്ഞു, ഞാനൊന്ന് ആവർത്തിക്കുക. പാമ്പ്ലാനി പിതാവ് ഇപ്പം നടത്തുന്ന കാര്യങ്ങൾ പൗരത്വ തിരുസംഘത്തിന്റെ അംഗീകാരത്തോട് കൂടെയാണെങ്കിൽ ആ അംഗീകാരം കിട്ടേണ്ട രേഖ കാണിക്കൂ, ഞാൻ അന്നേരം നിർത്താം. ഇനി വളരെ പ്രധാനപ്പെട്ട സംഗതി, ചില പള്ളികളിലെ വികാരിയച്ചന്മാര് ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറായി ഇല്ലേ? ചിലടത്ത് ഇപ്പോഴും ചൊല്ലുന്നുണ്ട്, 6-7 പള്ളിയിൽ ചൊല്ലുന്നുണ്ട്. പൊതുവായിട്ട് ഉദയംപേരൂർ സൂനദോസ പള്ളിയിലെ വികാരിയച്ചൻ ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറായി വന്നു. ഉദയംപേരൂർ സൂനദോസ പള്ളിയിൽ അവിടെ ഒരു കുർബാന, സഭയുടെ കുർബാന മതിയെന്നും ബാക്കി അവിടെ ഇല്ലിസിറ്റ് കുർബാന ചൊല്ലണമെന്നും പാമ്പ്ലാനി പിതാവ് ആവശ്യപ്പെട്ടത് മാർപ്പാപ്പയോ പൗരത്വ തിരുസംഘമോ മെത്രാൻ സെനറ്റോ ആവശ്യപ്പെട്ടിട്ടാണോ? നിങ്ങൾ കേൾക്കുന്നതിന് മറുപടി നൽകണം കേട്ടോ. ഉദയംപേരൂർ സൂനദോസ പള്ളിയിലെ വികാരിച്ചൻ എല്ലാ കുർബാനയും സഭയുടെ കുർബാന, ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറായി. അത് നടപ്പാക്കാൻ വേണ്ടിയാണ് പാമ്പ്ലാനി പിതാവിനോട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പള്ളി സഭയുടെ കൂടെ വന്നു എന്ന് കരുതുന്നതിന് പകരം പാമ്പ്ലാനി പിതാവ് വികാരിച്ചുകൊണ്ട് പറയുകയാണ്, ഒരു കുർബാന സഭയുടെ കുർബാന മതി, ഏകീകൃത കുർബാന മതി, ബാക്കിയൊക്കെ മെത്രാൻ സെനറ്റ് ഇല്ലിസിറ്റ് എന്ന് പ്രഖ്യാപിച്ച കുർബാന ചൊല്ലണം. എന്തായി കേൾക്കണേ? ഈ സംഭവം ഉണ്ടായപ്പോഴാണ് ഈ സമവായം പാമ്പ്ലാനി പിതാവിന്റെ കുഞ്ഞാണെന്ന് ലോകത്തിന് മുഴുവൻ മനസ്സിലായത്. ഈ സംഭവം ഉണ്ടായപ്പോഴാണ് സമവായം പാമ്പ്ലാനി പിതാവിന്റെ കുട്ടിയാണ്, അല്ലാണ്ട് മെത്രാൻ സെനറ്റിന്റെ കുട്ടിയല്ല എന്ന് ലോകത്തിന് മുഴുവൻ മനസ്സിലായത്. സമവായം പാമ്പ്ലാനി പിതാവിന്റെ കുഞ്ഞാണെന്ന് ഒരിക്കൽ കൂടി സ്ഥിരീകരിച്ച സംഭവമാണ് നവവൈദികർക്കും, അതായത് ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് രേഖാമൂലം ഒപ്പിട്ട് കൊടുത്ത നവവൈദികർക്കും മുതിർന്ന അച്ഛന്മാരുടെ ഇല്ലിസിറ്റ് കുർബാന ചൊല്ലാനുള്ള അനുവാദത്തിനായി മേലധികാരികൾ സമീപിച്ചെന്ന സംഭവം. നിങ്ങളുടെ സഭ അപകടകരമായ അവസ്ഥയിലാണെന്ന് പൗരത്വ തിരുസംഘം പറഞ്ഞതും ആ അവസരത്തിലാണ്. മെത്രാൻ സെനറ്റിന്റെ താല്പര്യം അനുസരിച്ചാണ് ഈ നവവൈദികര് രേഖാമൂലം എഴുതി കൊടുത്താൽ പട്ടം കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെയാണ് പൗരത്വ തിരുസംഘം ആവശ്യപ്പെട്ടത്. എന്നിട്ട് മെത്രാൻ സെനറ്റിന്റെ താല്പര്യത്തിന് അനുസരിച്ചാണ് പാമ്പ്ലാനി പിതാവ് സമവായം നടപ്പാക്കുന്നത് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? ഇത് മെത്രാൻ സെനറ്റ് പറഞ്ഞിട്ടാണോ? മെത്രാൻ സെനറ്റിന്റെ താല്പര്യത്തിന് വിരുദ്ധമല്ലേ? പൗരത്വ തിരുസംഘത്തിന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമല്ലേ? പൗരത്വ തിരുസംഘം ഇത് ആവശ്യപ്പെട്ടപ്പോഴാണ് പറഞ്ഞത് നിങ്ങളുടെ സഭ അപകടകരമായ അവസ്ഥയിലാണ്, ഡേഞ്ചറസ് സിറ്റുവേഷൻ നാം വാക്ക് ഉപയോഗിച്ചത്. അപ്പോൾ ഈ സമവായം എന്ന് പറയുന്നത് നവവൈദികർക്കും ഇല്ലിസിറ്റ് കുർബാന ചൊല്ലാൻ അനുവാദം കൊടുക്കണമെന്ന് പാമ്പ്ലാനി പിതാവ് ആവശ്യപ്പെട്ടപ്പോൾ ഈ സമവായം പാമ്പ്ലാനി പിതാവിന്റെ കുഞ്ഞാണെന്ന് ലോകത്തിന് മുഴുവൻ ബോധ്യമായി. അതുകൊണ്ട് മറച്ച് പ്രചരിപ്പിച്ചിട്ട് കാര്യമില്ല തലശ്ശേരിക്കാരെ. തലശ്ശേരിയിൽ ഒരുപാട് നല്ല വൈദികരുണ്ട് കേട്ടോ.
അവരെല്ലാം ഉദ്ദേശിക്കുന്നത്, അല്ലാത്തവരെ. പിന്നൊരു ചോദ്യം, വിമതരുമായി ചർച്ച ചെയ്തതാണോ പാമ്പ്ളാനി പിതാവ് ചെയ്ത കുറ്റം? പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കേണ്ടതല്ലേ? അത് പാമ്പ്ളാനി പിതാവ് ചെയ്തത് ശരിയല്ലേ? വിമതരുമായി ചർച്ച ചെയ്തതല്ല തെറ്റ്. ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു മുമ്പ്. ആരുമായിട്ടാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടതെന്നും എന്ത് പദ്ധതി എന്നൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വിമതരുമായി ചർച്ച ചെയ്തതല്ല തെറ്റ്. പ്രശ്നപരിഹാരത്തിന് പരിശ്രമിക്കുന്നതും തെറ്റല്ല. വിമതരുമായി മാത്രം ചർച്ച ചെയ്തതാണ് തെറ്റ്. വിമതരുമായി മാത്രം ചർച്ച ചെയ്യുക, കാര്യങ്ങൾ പഠിച്ച് എങ്ങനെ ഏകീകൃത കുർബാന നടപ്പാക്കാമെന്ന് ബന്ധപ്പെട്ട എല്ലാവരുമായും ചർച്ച ചെയ്തിരുന്നെങ്കിൽ, വിമതരുമായിട്ടല്ല, അത് മാർപ്പാപ്പ അനുസരിക്കാത്തവര്, സഭാവിരുദ്ധര്, മെത്രാൻസിനെ അംഗീകരിക്കാത്തവര്, അവരുമായി മാത്രം ചർച്ച ചെയ്യുകയും മെത്രാൻസിനെ അംഗീകരിക്കുകയും മാർപ്പാപ്പയെ അനുസരിക്കുകയും സഭയുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നവരെ കേൾക്കാതിരിക്കുകയും ചെയ്യുക. ഏകപക്ഷീയമായിട്ടുള്ള ചർച്ച അതൊരു മധ്യസ്ഥനോ പ്രശ്നപരിഹാരത്തിന് ചെന്ന ആൾക്കോ ചേരുന്നതാണോ? പിന്നെ ഈ വിമതരുമായി ചർച്ച ചെയ്ത സമയത്തെല്ലാം സഭ കെണിയിലായിട്ടുണ്ട്. അത് അറിയാത്ത ആളല്ലല്ലോ പാമ്പ്ളാനി പിതാവ്. അപ്പോൾ ഈ വിമതരുമായി സഖ്യത, അതാണ് തെറ്റ്. വിമതരുമായി ചർച്ചയായിരുന്നെങ്കിൽ തെറ്റില്ലായിരുന്നു. തെറ്റുണ്ട് അവിടെ, ഏകപക്ഷീയമായി ചർച്ചയായതുകൊണ്ട്. ഇനി അതിനേക്കാൾ ഒരു പടി കടന്ന് വിമതരുമായി സഖ്യമുണ്ടാക്കി, അതുണ്ടാക്കിയതാണ് തെറ്റ്. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വിമതരുമായി സഖ്യമുണ്ടാക്കിയെന്ന് അച്ഛൻ്റെ കൂടെയുള്ളവരും പ്രചരിപ്പിക്കുന്നത്? ചില തെളിവുകൾ പറയാം. ഈ തോട്ടുപുറം അച്ഛനെ ആക്രമിച്ച വിമത വൈദികനും അദ്ദേഹത്തിൻ്റെ ഗുണ്ടകൾക്കെതിരെ എന്തെങ്കിലും നടപടിയെടുത്തോ? ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട്, രണ്ടച്ഛന്മാരെ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് സഭയുടെ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാൻ ശ്രമിച്ചു. അതിനെതിരെ ഏതെങ്കിലും നടപടിയെടുത്തോ? തലശ്ശേരി രൂപതയിൽ അദ്ദേഹത്തെ അനുവദിക്കുമായിരുന്നോ? മറ്റേതെങ്കിലും രൂപത്തിൽ അനുവദിക്കുമായിരുന്നോ? ഇതെന്ത് എറണാകുളം അങ്കമാലിയിൽ മാത്രം? സ്ഥലം മാറ്റം കൊടുത്തിട്ടും പോകാത്ത വിമത വൈദികർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുത്തോ? മണവാളനച്ഛനെ ഇറക്കി വിടാനായിട്ട് കോടതി പറഞ്ഞിട്ടും അനുസരിച്ചോ? കൂതാശ വിലക്കുള്ളവർ പിന്നെയും കൂതാശ പരികർമ്മം ചെയ്തിട്ടും എന്തേ നടപടി എടുത്തില്ല? ഒരു വശം. വിപരീത ദിശയിൽ സഭയുടെ കൂടെ നിൽക്കുന്നവർക്കെതിരെ ഷോക്കോസ് നോട്ടീസ്, പോലീസ് അറസ്റ്റ്. ഇതെല്ലാം കാണുന്ന മനുഷ്യർ വിഡ്ഢികളാണോ? പാമ്പ്ളാനി പിതാവ് ആളുകൾ വെച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെയൊക്കെ മറച്ച് പ്രചരിപ്പിക്കാൻ? ഇതെല്ലാം മനുഷ്യർ കാണല്ലേ? മനുഷ്യർ മണ്ടന്മാരും വിഡ്ഢികളുമാണോ? പാമ്പ്ളാനി പിതാവ് ആളുകൾ വെച്ച് സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും പ്രചരിപ്പിച്ചാൽ അതെല്ലാം വിശ്വസിക്കാൻ മനുഷ്യർ മണ്ടന്മാരാണോ, വിഡ്ഢികളാണോ? ഞാൻ ആവർത്തിക്കുന്നു, ഏകപക്ഷീയമായി വിമതർക്ക് അനുകൂലമായി മാത്രം പാമ്പ്ളാനി പിതാവ് നിലപാട് എടുക്കുന്നു. അതാണ് പ്രശ്നം. പാമ്പ്ളാനി പിതാവിൻ്റെ 60,000 രൂപ പോയി. പാമ്പ്ളാനി പിതാവിനെ ഒറ്റപ്പെടുത്തി അവഹേളിക്കുന്നതും മ്ലേച്ഛകരമായ വിധത്തിൽ അവതരിപ്പിക്കുന്നതും തെറ്റല്ലേ? ഇനിയും ചെയ്താൽ തലശ്ശേരിക്കാര് മാണിപ്പറമ്പലച്ചനെ കോടതി കയറ്റും. നമുക്ക് ഈ അവസാനത്തെ കാര്യം തുടങ്ങാം. ഈ കോടതി കയറ്റുമെന്നുള്ള കാര്യത്തിൽ ഇപ്പം മാണിപ്പറമ്പലച്ചനെ മാത്രം ആയിട്ട് കയറ്റാണ്ടിരിക്കേണ്ടതിന് ഈ സഭയുടെ കൂടെ നിൽക്കുന്നവരൊക്കെ ഷോക്കസ് നോട്ടീസും പോലീസ് അറസ്റ്റും ഒക്കെ ഉണ്ടായി. അപ്പം ഇനിയും മാണിപ്പറമ്പലച്ചനെതിരെയും കോടതി കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. കൊടുക്ക്. ഇനിയും കയറ്റുമെന്ന് പറഞ്ഞ് കോടതി കയറ്റും, പോലീസ് സ്റ്റേഷൻ കയറ്റുമെന്ന് പേടിപ്പിക്കുന്നു വേണ്ട. അത് ചെയ്തു കഴിഞ്ഞല്ലോ. എത്ര പള്ളികളിലെ കേസ് നടക്കണേ? ഇത് വല്ല ആവശ്യമുള്ള കാര്യമാണോ? നമ്മുടെ മെത്രാമാർ അല്പം ചങ്കുറപ്പുള്ളവരായിരുന്നെങ്കിൽ, പാമ്പ്ളാനി പിതാവ് നെഞ്ചുറപ്പോടെ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഈ പറഞ്ഞ കേസുകൾ ഉണ്ടാകുമായിരുന്നോ? ദൈവജനത്തോട് കൂറില്ലാത്ത മെത്രാമാര് അധികാരത്തിൽ വന്നാൽ ദൈവജനം കോടതി കയറേണ്ടി വരും. ദൈവജനത്തോടും സഭയോടും കൂറില്ലാത്ത മെത്രാമാര് സഭാഭരണത്തിൽ വന്നാൽ ദൈവജനം കോടതി കയറേണ്ടി വരും. അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ഈശോ പറഞ്ഞിട്ടില്ലേ, നിങ്ങളെ അധികാരികളുടെ മുമ്പിലും രാജാക്കന്മാരുടെ മുമ്പിലും ന്യായാസനത്തിന് മുമ്പിലും കയറ്റുമ്പോൾ എന്ത് പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ നിങ്ങൾ ആലോചിച്ച് തല പുണ്ണാക്കണ്ട. പരിശുദ്ധ റൂഹ ആ നേരത്തെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും. അതുകൊണ്ട് കോടതി പോകുമോ? അതൊക്കെ യുക്തം പോലെ ചെയ്തോളൂ. ദൈവജനത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിങ്ങൾ. അപ്പോൾ ഈ കോടതിയും പോലീസൊക്കെ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞ് പേടിപ്പിക്കണ്ട. പിന്നെ പണം പോയി, 60,000 രൂപ പോയി എന്ന് പറയണേ. പണം പോയി നമ്മളെന്താ ചെയ്യുക? നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും പരാതിപ്പെടുകയാണോ അതോ പോലീസിൽ പരാതിപ്പെടുകയാണോ ചെയ്യുക? ഞങ്ങളുടെ സാമാന്യ ബുദ്ധി അനുസരിച്ച് പോലീസിൽ പരാതിപ്പെടണമെന്നാണ്. പിന്നെ പാമ്പ്ളാനി പിതാവിനെ എന്നല്ല, ഒരാളെയും വ്യക്തിപരമായി അവഹേളിക്കുന്നത് ശരിയല്ല. വ്യക്തിഹത്യ ശരിയല്ല. പാമ്പ്ളാനി പിതാവിനെ എന്നല്ല, വ്യക്തിപരമായി ആരവഹേളിക്കുന്നതും ശരിയല്ല. ഇപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ കുറേ പേര് വ്യക്തിപരമായ കമൻറ്റുകളും മറ്റും വരുന്നുണ്ട്.
എനിക്ക് കേസ് കൊടുക്കാം അവർക്കെതിരെ. ഈ സൈബർ സെൽ എന്നുകൊണ്ട് പരിപാടിയുണ്ട്. നമ്മൾ ഈ പറയട്ടെ വിമർശനം കേൾക്കുന്ന അത് വിമർശനങ്ങൾ എനിക്കൊരു ഹരമാണ്. വാസ്തവത്തിൽ എനിക്കുള്ളൊരു ഊർജം എന്ന് പറയുന്നത് ഈ വിമർശനമാണ്. അതുകൊണ്ട് ഞാൻ കേസ് കൊടുക്കാൻ പോകാത്തതിന് കാരണം അവർ വിമർശിക്കട്ടെ. ഞാൻ പറഞ്ഞ ഒരു ആർഗ്യുമെൻറ്റും ഇതുവരെ ഖണ്ഡിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വ്യക്തിപരമായിട്ട് കറുത്തവനാണോ വെളുത്തവനാണോ ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കാം. ഭ്രാന്തൻ, വട്ടൻ, കാടകുള വിഷം, ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞോ, എനിക്കതിലൊരു ഛേദം തോന്നണില്ല. കാരണം എന്താ, അവർ പറഞ്ഞതിൻ്റെ പേരിൽ ഞാനങ്ങ് ആയി പോകില്ല. അതുകൊണ്ടാണ് ഞാൻ കോടതി കേസ് കൊടുക്കില്ല എന്ന് പറയണേ. ഈ മാനഹാനി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ ആളുകൾ. ഈ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, അങ്ങനെ ഘട്ടങ്ങളൊക്കെ വരാം, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞേ. പക്ഷേ എന്നെ വ്യക്തിഹത്യ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ കേസ് കൊടുക്കുന്നത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. കാരണം അത് ആവട്ടെ. പക്ഷേ വ്യക്തിഹത്യ ശരിയല്ലെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. പാടില്ല, ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് പാമ്പ്ളാനി പിതാവിനെ എന്നല്ല, ആരെയും പാടില്ല. എന്നാൽ അദ്ദേഹം ഒരു മെത്രാനാണ്, മെത്രാപ്പൊലിത്തയാണ്, സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹം ഔദ്യോഗികമായി ചെയ്യുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ നയങ്ങൾ ഇല്ലേ, കാര്യങ്ങൾ, അത് സഭാവിരുദ്ധമായാൽ, പാപ്പവിരുദ്ധമായാൽ ഞങ്ങൾക്ക് വിമർശിക്കേണ്ടി വരും. അത് അദ്ദേഹം മെത്രാൻ സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ കരിയിൽ പിതാവിനെ വിമർശിക്കാറുണ്ടോ? ഇല്ല. മുമ്പ് വിമർശിച്ചിരുന്നു. നല്ല കാര്യം ചെയ്തപ്പോൾ നല്ലതെന്നും പറഞ്ഞിട്ടുണ്ട്, ചീത്ത കാര്യം ചെയ്തപ്പോൾ ചീത്തെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വിമർശിക്കാറില്ല. കാരണം എന്താ, അദ്ദേഹം സ്ഥാനത്തില്ല. അപ്പോൾ സഭയുടെ സ്ഥാനത്ത് ഇരുന്നിട്ട് സഭാവിരുദ്ധമായോ മാർപ്പാപ്പ വിരുദ്ധമായോ പെരുമാറിയാൽ ഇനിയും വിമർശിക്കേണ്ടി വരും. നിങ്ങൾ എന്ന് നേരെ കാര്യങ്ങൾ ചുവാക്കണോ അന്ന് ഈ വിമർശനം നിർത്തും. പിന്നെ ചില പരാമർശങ്ങൾ വ്യക്തിപരമായി തോന്നാം, വ്യക്തിഗതമായി തോന്നാം. അതിന് കാരണം പറയാം. പാമ്പ്ളാനി പിതാവ് നിർദ്ദേശിച്ചതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ തലശ്ശേരി രൂപത്തിൽ ചില വൈദികരും ചില അൽമായരൊക്കെ ഫേസ്ബുക്കിലൂടെ ചില റൈറ്റപ്പുകൾ, പിന്നെ ചില യൂട്യൂബുകൾ അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെയായിരുന്നു: പാമ്പ്ളാനി പിതാവിൻ്റെ ചോര കുടിക്കാൻ നടക്കുന്നവർ, പാമ്പ്ളാനി പിതാവിൻ്റെ ചോര കുടിക്കാൻ നടക്കുന്നവർ. ഇതൊരു റൈറ്റപ്പാണ്, തലശ്ശേരി നിന്നാണ് ഇറങ്ങിയത്. അതിന് മറുപടി പറഞ്ഞപ്പോൾ ഈ ചോര കുടിക്കാൻ എന്നുള്ള ആ പരാമർശം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഞാൻ മാണിപ്പറമ്പലച്ചനല്ല, തലശ്ശേരിയിൽ ഒരു അച്ഛനാണ് പാമ്പ്ളാനി പിതാവ് പറഞ്ഞിട്ട് എഴുതിയത്. പാമ്പ്ളാനി പിതാവിൻ്റെ ചോര കുടിക്കാൻ എന്നുള്ള പ്രയോഗം തലശ്ശേരിയിൽ ഒരു അച്ഛനാണ് എഴുതിയത്. അതിന് മറുപടി കൊടുത്തപ്പോൾ അതേ പ്രയോഗം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെങ്കിൽ ആദ്യം ആ അച്ഛനെതിരെയും അതിന് പ്രേരിപ്പിച്ച പാമ്പ്ളാനി പിതാവിനെതിരെയും കേസ് കൊടുക്കേണ്ടി വരില്ലേ? പിന്നെ പാമ്പ്ളാനി പിതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ണൂരുകാരനാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രയോഗം ഞാൻ പിന്നീട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം വേറൊരു വൈദികനെ കൊണ്ട് എഴുതിച്ചു വെടിക്കെട്ടുകാരൻ്റെ പട്ടിയാണ് പാമ്പ്ളാനി പിതാവെന്നും ഈ വെടിക്കെട്ടുകാരൻ്റെ പട്ടിയെ പേടിപ്പിക്കാൻ നോക്കേണ്ടതും. ഈ വെടിക്കെട്ടുകാരൻ്റെ പട്ടി എന്ന് അദ്ദേഹം പറഞ്ഞ ആളാണ് എഴുതിയത്, ഞാനല്ല. ആ വെടിക്കെട്ടുകാരൻ്റെ പട്ടി എന്ന പ്രയോഗം ഉപയോഗിച്ചതിന് മറുപടി കൊടുത്തപ്പോൾ ആ പ്രയോഗം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യം ഉപയോഗിച്ചത് ആരാ? അദ്ദേഹം ആരെയാണോ ചുമതലപ്പെടുത്തിയത് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് എഴുതാൻ, അവരാണ്. അപ്പോൾ വെടിക്കെട്ടുകാരൻ ആരാണെന്നും വെടിക്കെട്ടുകാരൻ്റെ പട്ടി ആരാണെന്നും പേടിപ്പിക്കാൻ നോക്കണമെന്നൊക്കെ പറഞ്ഞത് അവരാണ് ആദ്യം പറഞ്ഞത്, ഞാനല്ല. കാര്യം മനസ്സിലായോ? ഈ യൂട്യൂബുകാരും ഫേസ്ബുക്കുകാരൊക്കെ ഇതൊന്നും മനസ്സിലാക്കിയ കൊള്ളാം. അദ്ദേഹത്തിൻ്റെ ആളുകൾ അദ്ദേഹം പറഞ്ഞ പ്രകാരം എഴുതുകയും യൂട്യൂബിൽ ഇടുകയും ചെയ്യുകയും അത് ഞാൻ ഉപയോഗിക്കുമ്പോൾ അത് നിന്ദനവും വ്യക്തിഹത്യയുമാകുന്നു എന്ന് പറഞ്ഞ് ശരിയാകുമോ? പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാം തെളിവായിട്ട് കിടക്കുകയാണ്. ഈ തട്ടിൽ പിതാവിനും പാമ്പ്ളാനി പിതാവിനും അനുകൂലമായിട്ട് എത്രയോ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അവർ നല്ലത് ചെയ്താൽ നല്ല കാര്യം പറയും, സഭയ്ക്ക് അനുകൂലമാണെങ്കിൽ. മറിച്ചാണെങ്കിൽ ജീവൻ കൊടുത്തും സഭയെ സംരക്ഷിക്കും. അത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ജീവൻ കൊടുത്തും. അത് പിന്നെ കോടതി കേസാകാം, പോലീസ് കേസാകാം, മർദ്ദനമാകാം, ചിലപ്പോൾ കൊല്ലലാകാം. അതൊന്നും ഒരു പേടിയുള്ള കാര്യമല്ല. സീറോ മലബാർ സഭയെ ഏതെങ്കിലും തരത്തിൽ ഒറ്റിക്കൊടുക്കാൻ തീരുമാനിച്ചാൽ നഖശിഖാന്തം എതിർത്തിരിക്കും. അത് മെത്രാനാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. സഭയെ ഒറ്റിക്കൊടുക്കാൻ പാടില്ല. സഭ പാരമ്പര്യത്തെയും സഭയുടെ തീരുമാനങ്ങളെയും ഒറ്റിക്കൊടുക്കാൻ പാടില്ല. പിന്നെ ഈ കൂട്ടത്തിൽ പറഞ്ഞു പോകുക, പൗരത്വ തിരുസംഘത്തിൻ്റെ തലവനെതിരെ വ്യക്തിപരമായി ലൈംഗിക ആരോപണം നടത്തിയ ആളെ ആ യോഗത്തിൽ ഇരുത്തി പ്രോത്സാഹിപ്പിച്ച് അംഗീകരിച്ച ആളാണ് പാമ്പ്ളാനി പിതാവ്. അതല്ലേ വ്യക്തിഹത്യ എന്ന് പറയണേ? അതിനെതിരെ പൗരത്വ തിരുസംഘം കേസ് കൊടുക്കട്ടെ.
അപ്പോൾ പാമ്പളാനി പിതാവ് എവിടെ പോകുമെന്ന് നമുക്ക് കാണാം. പിന്നെ ഏറ്റവും അവസാനം ഈ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ആളുകളെ വെച്ച് സ്വയം നീതീകരിക്കാനോ ഇരുണ്ട പ്രവൃത്തികൾ വെളുപ്പിച്ചെടുക്കാനോ നോക്കാതെ സത്യസന്ധമായി സഭയോടൊപ്പം ഉറച്ചു നിന്ന് ഏകീകൃത കുർബാന നടപ്പാക്കാൻ ശക്തമായ നടപടികൾ എടുക്കുക. അപ്പോൾ ഈ സഭാവിരുദ്ധരൊക്കെ ഇല്ലാണ്ടാവും, അൽമായ മുന്നേറ്റക്കാർ ഇല്ലാണ്ടാവും, സഭയിൽ പ്രശ്നം തീരും. ഒരു കൊല്ലം പോലും വേണ്ട പ്രശ്നം തീരാൻ. അതിന് പകരം ഈ ലോകാവസരത്തിൽ ഈ പ്രശ്നം നിലനിൽക്കാൻ വേണ്ടിയിട്ട് കളിച്ചാൽ ആ കളി നടക്കില്ല. ഇനി അങ്ങനെ കളിക്കാനാണ് നിങ്ങൾ ശ്രമമെങ്കിൽ ഞങ്ങൾ മരണം വരെയും പോരാടിക്കൊണ്ടിരിക്കും. മറിച്ച് ഈ പോരാട്ടമൊക്കെ അവസാനിപ്പിക്കാൻ നമുക്ക് അധിക നാളുകൾ വേണ്ട. പക്ഷെ സഭാ നേതൃത്വം ചങ്കുറ്റത്തോടെ നടപടി എടുക്കണം. ഈ ഏകീകൃത കുർബാന നടപ്പാക്കാൻ ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകുക. അത് ഞാൻ എവിടുന്ന് വൈദികരെ കിട്ടുന്നൊക്കെയാണ് ചിലപ്പം മെത്രമാർ ചോദിക്കണേ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 200ഓളം വൈദികരെ വരാൻ തയ്യാറാണെന്ന് ഇപ്പോഴും. ഇതൊന്നും മനസ്സിലാക്കാതെ ഈ കാര്യങ്ങൾ ശരിയായി പഠിക്കാതെ ചരിത്രം പഠിക്കാതെ വെറുതെ പാപ്പാവിരുദ്ധ പ്രവർത്തനവും സഭാവിരുദ്ധ പ്രവർത്തനവുമായിട്ട് വന്ന് വിമതരുടെ തോളിൽ കൈയിട്ട് നടന്നാൽ അത് വെറുതെ അങ്ങ് അംഗീകരിച്ചു തരാൻ സഭയെ സ്നേഹിക്കുന്ന സുറിയാനി കത്തോലിക്ക സഭയെ സ്നേഹിക്കുന്ന ആർക്കും കഴിയില്ല. അവർക്ക് വേണ്ടിയാണ്, അവരോടൊപ്പം നിന്നിട്ടാണ്, അവരുടെ പ്രതിനിധിയായിട്ടാണ് മാണിപ്പറമ്പിലച്ചൻ സംസാരിക്കുന്നത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.